ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് ഗൈഡൻസ് മെസ്സേജ് എടുക്കാം. ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ജസ്റ്റ് സിറ്റുവേഷൻ എന്താണെന്നും അതിന് എന്ത് ആക്ഷൻ നിങ്ങൾ എടുക്കണം എന്നും എന്താണ് യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്, ആൻഡ് അതിന് ഔട്ട്കം ആയിട്ട് എന്തായിരിക്കും സംഭവിക്കാൻ സാധ്യത എന്നും നോക്കാം നമുക്ക്. ഓക്കെ, ആ ആക്ഷൻ നമ്മൾ പറയുന്ന ആക്ഷൻ നിങ്ങൾ എടുത്താൽ കേട്ടോ. ഓക്കെ, അതായത് യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ് ആയിട്ട് ഒരു ആക്ഷൻ യൂണിവേഴ്സ് കാണിച്ചു തന്നാൽ ആ ആക്ഷൻ നിങ്ങൾ എടുത്താൽ നിങ്ങൾക്ക് എന്ത് ഈ സിറ്റുവേഷനിൽ എന്താവും എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. ആദ്യത്തെ കാർഡ് ഇവിടെ സ്ട്രെങ്ത് ആണ്. സിറ്റുവേഷൻ നിങ്ങളുടെ സ്ട്രെങ്ത് ആണ് കാണുന്നത് ഇവിടെ. ഓക്കെ, ലെറ്റ്സ് സീ ആക്ഷൻ. ഓക്കെ, ഔട്ട്കം. കിങ് ഓഫ് പെന്റിക്കിൾസ്. ഓക്കെ, ഈ സ്ട്രെങ്ത് കാർഡ് എന്തിനെ കുറിച്ചാണെന്ന് ജസ്റ്റ് ഒന്ന് ഞാനൊരു ഓക്കെ ഓക്കെ ഇവിടെ മെയിനായിട്ട് എനിക്ക് കാണുന്നത് നിങ്ങളൊരു സിറ്റുവേഷൻ്റെ ചെറിയൊരു കൺഫ്യൂഷനിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ഓക്കെ, നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല. ഓക്കെ, നിങ്ങൾ രണ്ട് സിറ്റുവേഷൻ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാം. അതിലേതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം, പ്രയോറിറ്റി കൊടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കാം. അല്ലെങ്കിൽ ഒരു കാര്യം തന്നെ മേ ബി നിങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യണം, അത് ശരിയാണോ തെറ്റാണോ, അല്ലെങ്കിൽ അതിനെ ഞാൻ എങ്ങനെ ഡീൽ ചെയ്യണം എന്നൊക്കെയുള്ള ചില ചിന്തകളായിരിക്കാം. കൺഫ്യൂഷൻ കാണുന്നുണ്ട് ഇവിടെ മൈൻഡിൽ. ഓക്കെ, ഏതിനാണ് നമ്മൾ സമയം കൊടുക്കേണ്ടത്, ഏതിനാണ് സമയം കൂടുതൽ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെ രണ്ടിനെയും തമ്മിൽ മാനേജ് ചെയ്യും എന്നുള്ള കാര്യങ്ങളായിരിക്കാം. ഓക്കെ, ഇവിടെ സിറ്റുവേഷൻസ് നിങ്ങളോട് പറയുന്നത്, ഇവിടെ മെയിൻ കാര്യം എനിക്ക് കാണുന്നത് സ്ട്രെങ്ത് ഉണ്ട് നിങ്ങളുടെ ഉള്ളിൽ. ഓക്കെ, നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങളും, നിങ്ങൾക്ക് എന്ത് സിറ്റുവേഷനും നിങ്ങൾക്ക് മാനേജ് ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ് യൂണിവേഴ്സ് പറയുന്നത്. ഒന്നാമത്, ഓക്കെ, ചിലപ്പോൾ ചില സിറ്റുവേഷൻ്റെ മേലെ നിങ്ങൾക്ക് കൺട്രോൾ ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. ഓക്കെ, സിറ്റുവേഷൻസ്, സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂസിങ് ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഞാൻ എങ്ങനെ ഇതിനെയൊക്കെ മാനേജ് ചെയ്യും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് സ്ട്രെങ്ത് ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. എന്നിട്ട് ആകെ ഞാൻ എനിക്കെല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന രീതിക്കൊക്കെ നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, ബട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഒന്ന്, നിങ്ങൾ വേറെ ആരുടെയെങ്കിലും ഹെൽപ്പ് എടുക്കാം. ഓക്കെ, സപ്പോസ് എന്ത് തരത്തിലാണ് ഹെൽപ്പ് വേണ്ടത്? ഫൈനാൻഷ്യൽ ഹെൽപ്പാണോ? നിങ്ങൾ ഫൈനാൻസ് ജഗിൾ ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യങ്ങളായിരിക്കാം. ഓക്കെ, മേ ബി ഒരുപാട് കാര്യങ്ങൾ ഇപ്പം നിങ്ങൾക്ക് ചിലവോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും. സോ അതിനെല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ മേ ബി നിങ്ങൾക്ക് ആരുടെയെങ്കിലും ഹെൽപ്പ് എടുക്കുക എന്ന രീതിക്ക് കാണുന്നുണ്ട്. ആരെങ്കിലും ചിലപ്പോൾ ഫൈനാൻഷ്യൽ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടാവാം. അല്ലെങ്കിൽ ആരെങ്കിലുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുക. ഓക്കെ, നമ്മൾ അതായത് സിറ്റുവേഷൻ ഇപ്പോൾ മാനേജ് ചെയ്യാൻ. ഓക്കെ, ഇവിടെ 2 കോയിനാണ്, ഇത് 3 കോയിനാണ്. സോ നിങ്ങളോട് പറയുന്നത് മേ ബി നിങ്ങൾ വേറെ ആരെങ്കിലും കൂടി ഇൻവോൾവ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ വേറൊരാളെ കൂടി നിങ്ങളൊരു ഹെൽപ്പിന് എടുക്കാം. ഓക്കെ, ഹെൽപ്പിന് നിങ്ങൾ കൂടെ കൂട്ടുക. വീട്ടിലായാലും ശരി, ഫാമിലിയിലായാലും ശരി. ഇപ്പോൾ ജോലി സ്ഥലത്താവണമെന്നോ അങ്ങനത്തെ ഒരു ജോലിയിൽ അങ്ങനത്തെ കാര്യം മാത്രമല്ല, ഈവൻ ഫാമിലിയിലാണെങ്കിലും നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്ന സിറ്റുവേഷന് മേലെ ഉണ്ട് എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ കൂടി അതിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കാം. ഓക്കെ, ആരോടെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറയാം. ഒന്നിച്ച് ഇപ്പോൾ ഫാമിലി എല്ലാവരും കൂടി ഒന്നിച്ച് വർക്ക് ഡിവൈഡ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഓഫീസിലാണെങ്കിലും ശരി, നിങ്ങൾക്ക് ചില ജോലി നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്ക് അത് ചെയ്ത് തീർക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് മൾട്ടിപ്പിൾ കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ മേ ബി ചിലപ്പോൾ ഫാമിലി അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ജോലി ചെയ്യണം, പക്ഷേ അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ 2 വീടും മാനേജ് ചെയ്യണം, ജോലിയും മാനേജ് ചെയ്യണം. ഓക്കെ, ലൈഫിൽ എന്തെങ്കിലും 2 സിറ്റുവേഷൻ ഓക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിനെ നിങ്ങൾ ഒരു സപ്പോർട്ടായിട്ട് വേറെ ആരുടെങ്കിലും ഹെൽപ്പ് ചോദിക്കുക. ഓക്കെ, മേ ബി ഇപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പിൻ്റെ കാര്യമാണെന്ന് വിചാരിക്കുക. ഓക്കെ, റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണെങ്കിലും ഇവിടെ നിങ്ങൾ പാർട്ട്ണറുമായിട്ട് എങ്ങനെ സിറ്റുവേഷൻ മാനേജ് ആയിട്ട് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന്, നിങ്ങൾ നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് ആദ്യം കൊണ്ടുവരാം. ഓക്കെ, ആദ്യം നിങ്ങളുടെ തന്നെ ഇന്നർ സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യുക, നിങ്ങളുടെ കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യുക. ഓക്കെ, കാര്യങ്ങളെ നിങ്ങൾ ഡീൽ ചെയ്യാനുള്ള മാക്സിമം നിങ്ങൾ ശ്രമിക്കുക. ആൻഡ് കൂടെ ആരെങ്കിലും കൂടി ചേർത്താം. ഓക്കെ, മേ ബി പാർട്ട്ണറുമായിട്ടാണ്, റിലേഷൻഷിപ്പിലെ ഇഷ്യൂസ് ആണെങ്കിൽ പാർട്ട്ണറുമായിട്ട് ഒന്ന് വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. മീൻസ് അവരെയും കൂടി ഇൻവോൾവ് ചെയ്യുക. അവരോടും പറയാതെ നമ്മൾ 2 പേരും ഒന്നിച്ച് ശ്രമിച്ചാൽ ഇത് ശരിയാവുള്ളൂ എന്ന രീതിക്ക് പറയാം. ഓക്കെ, അല്ല ഇപ്പോൾ ജോലിയുടെ വർക്ക് പ്ലേസിലോ ഫാമിലിയിലോ ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ മേലെ ഒരുപാട് റെസ്പോൺസിബിലിറ്റി വരുന്നു എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മറ്റുള്ളവരോട് പറയണം. എന്നിട്ട് എനിക്ക് ഇത്രയും നമ്മൾ ആരോടും എന്താ പറയുക, നമുക്ക് സാധിക്കില്ല എന്ന് പറയാൻ നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. അത് സാധിക്കില്ല എന്ന് പറയുമ്പോൾ അതിന് വാലിഡ് റീസൺ ഉണ്ടാവണം കേട്ടോ. ഓക്കെ, ശരിക്കും നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്ത് തീർക്കാനുണ്ട്, നിങ്ങൾ മാക്സിമം നിങ്ങളുടെ എഫേർട്ട് ഇടുന്നുണ്ട്, പക്ഷെ എന്നിട്ടും ഒപ്പെത്താൻ സാധിക്കില്ല നമ്മൾ പറയില്ലേ, അങ്ങനത്തെ അവസ്ഥകളൊക്കെ ആണെങ്കിൽ നിങ്ങൾ പറയാൻ പേടിക്കേണ്ട കാര്യമില്ല. ഓക്കെ, നിങ്ങൾ പറയണം ദാറ്റ് ഓക്കെ എനിക്ക് ഇത്രേ ഇപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഇതിന് സമയം എടുക്കും എന്ന് പറയാൻ പറ്റണം. അല്ലെങ്കിൽ എനിക്ക് കുറച്ച് ഹെൽപ്പ് കൂടി വേണം ആരുടെയെങ്കിലും, മേ ബി ഫ്രണ്ട്സിനോടൊന്ന് ഹെൽപ്പ് ചോദിക്കുക, ഫാമിലിയോട്
ഫാമിലിയോടൊന്ന് ഹെൽപ്പ് ചോദിക്കുക, അല്ലെങ്കിൽ കൊളീഗ്സിനോടൊന്ന് ഹെൽപ്പ് ചോദിക്കുക. ഓക്കെ, എന്നെ ഇതൊന്ന് ഹെൽപ്പ് ഔട്ട് ചെയ്ത് വിടാൻ പറ്റുമോ, എനിക്ക് ഇപ്പോൾ കുറേ കാര്യങ്ങളുണ്ട്, എനിക്ക് ചെയ്തെത്തുന്നില്ല എന്ന് പറഞ്ഞാൽ ഒന്ന് മാനേജ് ചെയ്യാൻ, ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്നാരോടെങ്കിലും ചോദിക്കാം. ഓക്കെ, അതിന് ഒരിക്കലും നിങ്ങളൊരു മോശമായിട്ട് കരുതേണ്ട ആവശ്യമില്ല. ഓക്കെ, നിങ്ങളുടെ കഴിവിനെ ഒരു ഇതാക്കി കളയുന്ന പോലെയല്ല. ഓക്കെ, ചില സമയത്ത് നമ്മൾ ഹെൽപ്പ് എടുക്കേണ്ടി വരും, അങ്ങനെയാവാം. ഓക്കെ, എന്തായാലും ഇവിടെ എനിക്ക് ഓവറോൾ ഔട്ട്കം എനിക്ക് കിങ് ഓഫ് പെന്റിക്കിൾസ് ആണ് കാണുന്നത്. ഓക്കെ, കിങ് ഓഫ് പെന്റിക്കിൾസ് പറയുമ്പോൾ റിലേഷൻഷിപ്പിന്റെ കാര്യം നമ്മളിപ്പോൾ എടുക്കുകയാണെങ്കിൽ നിങ്ങളത് റിലേഷൻഷിപ്പ് ബെറ്റർ ആവും എന്നെടുക്കാം. ഓക്കെ, റിലേഷൻഷിപ്പ് നല്ലൊരു ലെവലിലേക്ക് പോകുന്നതായിട്ട് എടുക്കാം. ജോലി കരിയറിലെ കാര്യത്തിലായാലും ഓക്കെ, നിങ്ങൾക്ക് നല്ല രീതിയിൽ അതിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. ഓക്കെ, ഇപ്പം ഞാൻ പ്രൊമോഷൻ എന്നൊന്നും പറയുന്നില്ല, ബിക്കോസ് ഇവിടെ നിങ്ങളിപ്പോൾ സ്ട്രഗ്ലിംഗ് എനർജിയാണ് എനിക്ക് കാണുന്നത്. സോ വർക്കൗട്ട് ചെയ്ത് നിങ്ങളുടെ സിറ്റുവേഷനെ വർക്കൗട്ട് ചെയ്ത് നിങ്ങൾക്ക് ബെറ്റർ ആക്കാൻ സാധിക്കും എന്ന് പറയാം. ഓക്കെ, നിങ്ങളുടെ പൊട്ടൻഷ്യലിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും എന്നും ആക്ച്വലി, അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ഇടുന്ന തരത്തിലായിരിക്കും. മേ ബി കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അല്ലെങ്കിൽ അഡ്വൈസ് എടുക്കാൻ ശ്രമിക്കുക. ഹെൽപ്പായിട്ട് ചോദിച്ചില്ലെങ്കിൽ അഡ്വൈസ് ആയിട്ട് എടുക്കുക, എങ്ങനെയാണ് ഇത് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, അങ്ങനെ ചെയ്തു പോകുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഈവൻ റിലേഷൻഷിപ്സിലാണെങ്കിലും ഞാൻ പറഞ്ഞ പോലെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ജഗ്ലിംഗ് നിങ്ങൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നില്ല അവിടെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുക എന്ന് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മേ ബി ആരുടെയെങ്കിലും ഒന്ന് പാർട്ട്ണറുമായിട്ട് സംസാരിച്ച് ശരിയാക്കുക, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സുമായിട്ടായാലും എനിക്കെല്ലാം കൂടി എനിക്ക് താങ്ങുന്നില്ല, നിങ്ങൾ കൂടി എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, കുറച്ച് നേരം കുറച്ച് കാര്യങ്ങൾ നിങ്ങളും ചെയ്യണം എന്ന് പറഞ്ഞ് അവരോട് പറഞ്ഞ് അവരെയും കൂടെ കൂട്ടുക. ഓക്കെ, നല്ല രീതിയിൽ പറയാം കേട്ടോ, അല്ലാതെ ഇവിടെ നമ്മൾ ഒരിക്കലും ഡോമിനേറ്റിംഗ് അല്ല. ഓക്കെ, എല്ലാവരെയും ചേർത്ത് നിർത്തി നമ്മൾ സ്നേഹത്തോടെ കൊണ്ടുപോകലാണ്. സോ ആ രീതിക്ക് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കുറച്ചുകൂടി അബണ്ടൻസ് ആയിട്ട് കാണുന്നുണ്ട്. മേ ബി ജോലി കരിയറിലുള്ള നല്ല അബണ്ടൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഓവറോൾ നിങ്ങൾക്ക് നല്ലൊരു എനർജിയിലേക്ക് നിങ്ങൾ ഗ്രോത്ത് എന്ന രീതിക്ക് എടുത്തോളൂ. ഞാൻ അത്രേ പറയുന്നുള്ളൂ, ഇന്നിപ്പോൾ ഞാൻ കൂടുതൽ ഇതിൽ പറയാനില്ല. ഓക്കെ, സോ നിങ്ങൾ ജഗ്ലി ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും എന്ന രീതിയിലാണ് ഇപ്പോൾ കാണുന്നത്. അതിന് പക്ഷേ ആരോടെങ്കിലും കൂടെ കൊളാബറേറ്റ് ചെയ്യുക. മേ ബി ബിസിനസ്സിൻ്റെ കാര്യമൊക്കെ ആണെങ്കിലും എല്ലാവരും കൂടി ഒന്നിച്ച് എഫേർട്ട് ഇട്ട് ചെയ്താലൊക്കെ ശരിയാവുള്ളൂ. ഓക്കെ, മേ ബി ഫൈനാൻഷ്യൽ അബണ്ടൻസിൻ്റെ കാര്യങ്ങളും ആയിരിക്കാം. ഓക്കെ, അഡ്വൈസ് ആയിട്ട് കൂടി നോക്കാം. ആൻഡ് ഈ സിറ്റുവേഷൻസ് ഞാൻ പറഞ്ഞ പോലെ ഓർക്കുക പ്ലീസ്, അത് എല്ലാ സിറ്റുവേഷനിലും മാച്ച് ആവും. നിങ്ങൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണെങ്കിൽ അങ്ങനെ ആലോചിക്കുക, ഫാമിലിയുടെ വീട്ടിലത്ര പ്രശ്നങ്ങളാണെങ്കിൽ അത് ആലോചിക്കുക, അല്ലെങ്കിൽ ജോലി സ്ഥലത്താണെങ്കിൽ അങ്ങനെ, പഠിക്കാനുള്ളതാണെങ്കിൽ അങ്ങനെ. ഓക്കെ, ലെറ്റ്സ് സീ നിങ്ങൾക്ക് അഡ്വൈസ് യൂണിവേഴ്സ് എന്താ തരുന്നത്. കോ ക്രിയേറ്റ് വിത്ത് സ്പിരിറ്റ് എന്നാണ്. ഓക്കെ, പറയാം. ട്രസ്റ്റ് ദ ഗ്രേറ്റ് മിസ്റ്ററി, ഓവർകം എനി ഒബ്സ്റ്റക്കിൾ, ബി ജനറസ് ഓഫ് സ്പിരിറ്റ്, ലയൺ, നമ്മുടെ വീണ്ടും സ്ട്രെങ്തിൻ്റെ കാർഡിൻ്റെ വന്നു ഇവിടെ. ഓക്കെ, ആൻഡ് ദ മിറക്കിൾസ് ആർ എൻഡ്ലെസ്. ഓക്കെ, ഗുഡ്. ബി ഫിയർലെസ് ആൻഡ് ബോൾഡ് എന്നുണ്ട് ഇവിടെ. ഓക്കെ, ആക്ച്വലി ഇവിടെ ഇതും നമുക്ക് വേണ്ടത് തന്നെയാണ്. എംബ്രേസ് ദ ഇൻ ബിറ്റ്വീൻ, ഇതും നമുക്ക് വേണ്ട കാര്യം തന്നെയാണ്. നമ്മുടെ ടു ഓഫ് പെന്റിക്കിൾസിൻ്റെ എനർജിയാണിത്. കൂടുതൽ താഴെ പോകുന്നില്ല ഞാൻ. ഓക്കെ, ലെറ്റ്സ് ലീവ് ഇറ്റ്. ഇവിടെ ടൈം ടു കൊളാബറേറ്റ് എന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും പ്രശ്നത്തിൽ പെട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം ലൈക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നുണ്ടെങ്കിൽ എല്ലാം കൂടി മാനേജ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആക്ച്വലി ഒന്നാമത്തെ കാര്യം എന്താ, നിങ്ങൾ ആദ്യം ആക്സെപ്റ്റ് ചെയ്യുക. എനിക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ എനിക്ക് ഇത്രേ പറ്റുള്ളൂ എന്നുള്ളത് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, അതൊരു തെറ്റായിട്ടോ കുറ്റമായിട്ടോ കുറവായിട്ടോ നിങ്ങൾ അവനവനെ കാണേണ്ട ആവശ്യമില്ല. ഓക്കെ, അത് ഇപ്പോഴത്തെ ഒരു സമയം അങ്ങനെയാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് ജഗിൾ ചെയ്തെത്താൻ പറ്റുന്നില്ല. ദാറ്റ്സ് ഓക്കെ. ഓക്കെ, ഹാപ്പൻസ്. ആൻഡ് ടൈം ടു കൊളാബറേറ്റ്, മറ്റുള്ളവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാര്യങ്ങൾ നടക്കും. ഓക്കെ, മറ്റുള്ളവരെ ഇൻവോൾവ് ചെയ്യുക. അത് ആൻസ് ആണ്, ഉറുമ്പാണ്. ഉറുമ്പ് എങ്ങനെയാണ് നിങ്ങൾക്കറിയാലോ, എല്ലാവരും ചേർന്ന് ഒത്തുചേർന്ന് അവർ ചെയ്യുന്ന കാര്യങ്ങൾ കാണിക്കാറുണ്ട്. സോ ഓക്കെ, ആൻഡ് ബി ഫിയർലെസ് ആൻഡ് ബോൾഡ് നമ്മൾ, ആൻഡ് ഇവിടെ ലയൺ സ്പിരിറ്റും ഉണ്ട്, ബി ജനറസ് ഓഫ് സ്പിരിറ്റ് എന്നുണ്ട്. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങൾ, ഞാൻ പറഞ്ഞു, മറ്റുള്ളവരെ ഭരിക്കാനല്ല നിങ്ങൾ നിൽക്കേണ്ടത്. ഓക്കെ, ഒരു ലയൺ, ഒരു കിങ് എന്ന രീതിക്ക് എടുക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു രാജാവ് ഭരിക്കും, പക്ഷെ അറ്റ് ദ സെയിം ടൈം അവർ ലൈക്ക് അങ്ങനെ ഒരു അഹങ്കാരം കൊണ്ടല്ല. ഓക്കെ, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഭരിക്കാൻ ശ്രമിക്കലല്ല. ഓക്കെ, അവരെ ഒന്നിച്ചു കൊണ്ടുപോയി നമ്മൾ എല്ലാവരും കൂടി മുന്നോട്ട് പോകണം എന്ന രീതിക്ക് ചിന്തിക്കുന്നതാണ്. സോ ആ ലെവലിലേക്ക് നിങ്ങൾ വരണം. ഓക്കെ, ആൻഡ് ലയൺ പോലെ കറേജ് വേണം, ധൈര്യം വേണം. നിങ്ങൾക്ക് ധൈര്യമുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ സ്ട്രെങ്ത് ഉണ്ട് നിങ്ങളുടെ ഉള്ളിൽ, അതും നിങ്ങൾ തിരിച്ചറിയണം. ആൻഡ് ഇവിടെ കോ ക്രിയേറ്റ് വിത്ത് സ്പിരിറ്റ് എന്ന് പറയുന്നുണ്ട്. കോ ക്രിയേറ്റും നമ്മളുടെ ഇതും ടൈപ്പ് ടു കൊളാബറേറ്റ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഇത് യൂണിവേഴ്സിൻ്റെ ഒരു കാര്യം കൂടിയാണ്. ഇവിടെ യൂണിവേഴ്സിനെ വിട്ടുകൊടുക്കാം, സറണ്ടർ ചെയ്യുക നിങ്ങൾ. ഓക്കെ, നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, എനിക്ക് സാധിക്കുന്നില്ല എന്ന് മറ്റുള്ളവരോട് പറയാൻ ഒരിക്കലും നിങ്ങൾ മടി വിചാരിക്കേണ്ട കാര്യമില്ല. ഓക്കെ, ആൻഡ് ഗോ വിത്ത് ദ ഫ്ലോ എന്ന രീതിക്കാണ് ഇവിടെ. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി എന്താണോ ഇപ്പോൾ നടക്കുന്നത് അങ്ങനെ നടന്നോട്ടെ എന്ന രീതിക്ക് വിട്ടുകൊടുക്കാം. ആൻഡ് ട്രസ്റ്റ് ദ ഗ്രേറ്റ് മിസ്റ്ററിയും ഉണ്ട് ഇവിടെ, മിറക്കിൾസും പറയുന്നുണ്ട്. സോ നിങ്ങൾക്ക് എന്തൊക്കെയോ ഇപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയില്ല ചെയ്യാൻ. ഓക്കെ, നിങ്ങൾക്ക് അറിയില്ല, മറ്റുള്ളവരോട് ചോദിക്കാൻ മടിക്കേണ്ട കാര്യമില്ല. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക്